വയനാട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ സംവിധാനങ്ങളുടെ പോരായ്മയെക്കുറിച്ചുള്ള 24 ക്യാമ്പയിൻ അത് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അതിലിപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന്. വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത കമ്മീഷൻ പരാതികൾ പരിശോധിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെട്ടു. 24 ഇംപാക്ട് മാനന്തവാടി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയായി ഉയർത്തിയെങ്കിലും അതിനാവശ്യമായ സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതുമൂലം രോഗികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ 24 ചൂണ്ടിക്കാട്ടിയിരുന്നു. MRI സ്കാനിംഗ് ഇല്ലാത്ത സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് മാനന്തവാടിയിലേത്. CT സ്കാൻ മെഷീനും പ്രവർത്തനം കാര്യക്ഷമമാകുന്നില്ല. ഭാഗികമായി മാത്രമാണ് എക്സ്റേ മെഷീൻ പ്രവർത്തിക്കുന്നത്. ഒരു മാസമായി പീഡിയാട്രിക് ICU പ്രവർത്തിക്കാത്തതിനാൽ മറ്റ് ആശുപത്രികളിലേക്ക് പോകേണ്ടി വരുന്ന കുട്ടികളുടെ അവസ്ഥയാണ് കമ്മീഷന്റെ ഇടപെടലിന് കാരണം. പരാതികളെല്ലാം പരിശോധിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പ്രിൻസിപ്പലിനോട് കമ്മീഷൻ അംഗം K. ബൈജുനാഥ് ആവശ്യപ്പെട്ടത്. 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. വിവരങ്ങളുമായി മിഥില ബാലൻ ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. മിഥില, മെഡിക്കൽ കോളേജ് എന്നുള്ള പേരുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളില്ല എന്നുള്ള പരാതി വയനാട്ടിൽ വ്യാപകമായി ഉയർന്ന പശ്ചാത്തലത്തിലാണ് നമ്മളെ ഒക്കെ വിളിച്ച ആളുകൾ അത്തരത്തിലുള്ള പരാതികൾ അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളതൊരു ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് ജനങ്ങളോട് പറയാൻ അധികൃതരുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് അത്തരത്തിലുള്ളൊരു റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെച്ചത്. ഒരു ക്യാമ്പയിനായി തന്നെ അത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. ഇപ്പോഴതിലൊരു ഇടപെടൽ ഉണ്ടാവുന്നു. കൂടുതൽ നടപടികൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കണോ മിഥില ബാലൻ? റിജിത്തെ, തീർച്ചയായും മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വയനാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിലവിലെ അപര്യാപ്തതകൾ പരിഹരിക്കണം എന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരാഴ്ചയ്ക്കകം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രിൻസിപ്പലിനോടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ നമ്മൾ പീഡിയാട്രിക് ICUവിൽ ശീതീകരണ സംവിധാനം പ്രവർത്തിക്കാത്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിലായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടത്. എന്നാൽ അവിടുത്തെ മുഴുവൻ പരാതികളും പരിഹരിച്ച് എന്താണ് അതിൽ ചെയ്യാൻ പറ്റുക എന്ന കാര്യം ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കണം എന്നാണ് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയായി 24 ഈ ഒരു വാർത്ത ക്യാമ്പയിനായി നൽകുന്നു. ഓരോ വിഷയങ്ങൾ, അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കാത്തത്, അവിടുത്തെ ഓരോ വിഷയങ്ങൾ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾ അനുഭവിക്കുന്നത്, അവിടുത്തെ ചികിത്സ വൈകിയത് ഉൾപ്പെടെയുള്ള ഓരോ വിഷയങ്ങളും എടുത്ത് നമ്മൾ ക്യാമ്പയിനായി നൽകിയിട്ടുണ്ടായിരുന്നു. അത്തരം വിഷയങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് എന്താണ് അവിടെ ചെയ്യാൻ പറ്റുക എന്ന കാര്യത്തിലാണ് ഒരാഴ്ചക്കകം റിപ്പോർട്ട് ഇപ്പോൾ പ്രിൻസിപ്പലിനോട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്ത മാസം സുൽത്താൻ ബത്തേരിയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗ് ഉണ്ട്. ആ സിറ്റിംഗിൽ റിപ്പോർട്ട് നൽകണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശ്രീജിത്ത്. ശരി, മിഥില ബാലൻ വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്. 24 ക്യാമ്പയിന് പിന്നാലെ ഒരു ഇടപെടൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. കൂടുതൽ സൗകര്യങ്ങൾ ആ മെഡിക്കൽ കോളേജിൽ ലഭ്യമാകട്ടെ. അതിനുവേണ്ട ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ.